ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ചെമ്പല്ലിയാണ് മീൻ. ഫിഷ് ബിരിയാണിക്കുള്ള മീൻ മസാല ഇട്ട് വയ്ക്കാമേ. ഒരു നുള്ളി വെളുത്തുള്ളി, ഒരു നുള്ളി ഇഞ്ചി, ചെറിയ ഉള്ളി, ലേശം കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം തേങ്ങ അരച്ചത്, ലേശം കുരുമുളക്. ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ ചട്ടിയിലോട്ട് ഇട്ടു. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് മസാല പിടിക്കാൻ വയ്ക്കുകയാണേ. നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള ഉരുളി അടുപ്പത്തോട്ട് വയ്ക്കാൻ പോവാണേ. 100 ഗ്രാം ബട്ടറാണേ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞു. ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളെ, ഉപ്പ്, തൈരും കൂടെ ഒഴിക്കുകയാണേ. കുരുമുളക്, പട്ട, ഏലക്ക, ഒരു ജാതി, ഗ്രാമ്പു ഇത് ഇടുകയാണേ. മല്ലിയില, പുതിന, കറിവേപ്പില അതും ഇടുകയാണ്. ഇതിനൊരു പാത്രം അരിയാണ് ഇട്ടിരിക്കുന്നത്, 3 ഗ്ലാസ് അരി. അപ്പോൾ ഇതിനൊരു 1.5 പാത്രം വെള്ളം ഒഴിക്കണം. നമ്മൾ അരി ഇടാൻ പോവാ. ഒരു ചെറുനാരങ്ങയുടെ നീരൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുന്നു. മറ്റിതൊന്ന് ഒരു 10 മിനിറ്റ് അരി വേവാനൊന്ന് അടച്ചു വയ്ക്കുന്നു. ആ സമയം കൊണ്ട് നമ്മൾ ആ മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് വരാം. നമ്മുടെ റൈസ് ഏകദേശം വേവാറായി, ഒരു 3/4 വേവ്. ഇനി നമുക്ക് ഫിഷ് ഇതിനകത്തോട്ട് അടിയിൽ വെക്കണേ. പക്ഷെ അടിയിൽ ഇടുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ക്യാരറ്റും ക്യാപ്സിക്കും കൂടെ ഇതിൽ അടിയിലിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മീനെടുത്ത് വയ്ക്കാം. നമ്മൾ ഒരു സവാള വറുത്തത്, ഒരു ലേശം മുന്തിരി, ലേശം അണ്ടിപ്പരിപ്പ്. ഇനി ഒരു 10 മിനിറ്റ് കേട്ടോ ദം ആയിക്കോട്ടെ. ഓക്കെ, നമ്മുടെ ബിരിയാണി ദമ്മ് പൊട്ടിക്കുകയാണ്. അച്ചാറും സലാഡും കൂടെ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് കഴിക്കട്ടെ. ഓക്കെ, അടിപൊളിയാണ് ഫിഷ് ബിരിയാണി. നിങ്ങളും ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.